പുതിയ കാലത്തെ രാജ്യസ്നേഹം എങ്ങനെയാണ്? എന്തോ പണ്ടൊരുത്തന്നെ തൻ്റെ അളിയൻ ഗൾഫിൽ നിന്നൊരു ബെർമുഡ കൊണ്ട് കൊടുത്തു. അത് നാട്ടുകാരെ മൊത്തം കാണിക്കാൻ വേണ്ടി മുണ്ടിൻ്റെ പുറത്തിട്ടുകൊണ്ട് നടന്ന ഒരവസ്ഥയുണ്ട്. അതുപോലാണിത്. ഇപ്പം രാജ്യസ്നേഹം ഇങ്ങനെയാണ്, പുറത്തോട്ട് ഇട്ടുകൊണ്ട് നടക്കുക. എന്തെല്ലാം കാണണം ഇന്ത്യ മഹാരാജ്യത്തല്ലേ? ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട തൊപ്പിക്കാരെ, ഇത്തരം അവസരങ്ങളിൽ പകച്ചു നിൽക്കുകയോ ഭയപ്പെടുകയല്ലേ ചെയ്യേണ്ടത്. ഭാരത് മാതാക്കി എന്ന് വിളിക്കുമ്പോൾ 10 വട്ടം ജയ് ഹിന്ദ് എന്ന് ഉറക്കെ അങ്ങോട്ട് വിളിക്കുക. ഉറക്കെ ഉച്ചൈസനം ഉറക്കെ ജയ് ഹിന്ദ് എന്ന് വിളിക്കുക. അതുകൂടി അങ്ങ് സൂക്കേട് തീരും. പതുക്കെ ചെന്നിട്ട് ഈ ഭാരത് മാതാക്കി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഈ രാജ്യസ്നേഹം അണപൊട്ടി ഒഴുകുന്ന അവൻ്റെ ഒക്കെ ചെന്നിട്ട് പതുക്കെ ചോദിക്കണം, ഈ വന്ദേ മാതരം പാടാൻ അറിയാമെന്ന് ചോദിക്കണം. സാരേ ജഹാൻ സെ അച്ഛാ പാടാൻ അറിയാമെന്ന് ചോദിക്കണം. പിന്നെ വിളിക്കത്തില്ല. ഞാനത്ര കോൺഫിഡൻ്റ് പറയുന്നു, വിളിക്കത്തില്ല. ഈ രാജ്യസ്നേഹം അണപൊട്ടി ഒഴുകുന്നവന്മാർക്ക് വന്ദേ മാതരം എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അവർ വിളിക്കത്തില്ല, പാടത്തില്ല, പാടാൻ അറിയത്തില്ല. ഒരുത്ത മുമ്പ് ചാനലിൽ പാടി ഓർമ്മയുണ്ടല്ലോ, അത് കേട്ടു നോക്കി. वंदे मातरम बहुत राष्ट्रीय भक्ति का दावा करते सुनाइए. वंदे मातरम ഇതിനെക്കാട്ടും നല്ലത് അംഗനവാടി പഠിക്കുന്ന കുട്ടികൾ പാടും. ഇതിനെക്കാട്ടും നന്നായിട്ട് വായിക്കും. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമള മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇത് പാടാൻ പറഞ്ഞാൽ മതി, പിന്നെ അവർ ഒന്നും വിളിക്കത്തില്ല, അപ്പം തന്നെ പോവും. കാരണം ഇവനീ പ്രഹസനല്ലേ അറിയുള്ളൂ, റിയാലിറ്റി അറിയില്ലല്ലോ. എന്നിട്ട് പതുക്കെ ചോദിച്ചാൽ മതി, ഇന്ത്യയുടെ ആവേശ മുദ്രാവാക്യമായ ജയ് ഹിന്ദ് എഴുതിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസിലൂടെ പ്രചുര പ്രചാരണം നേടിയതാണെങ്കിലും ബഹുമാനപ്പെട്ട ആബിദ് ഹസൻ സഫ്രാനി സ്വാതന്ത്ര്യസമര സേനാനിയാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ ആവേശ മുദ്രാവാക്യമായി ജയ് ഹിന്ദ്. അതുപോലെ തന്നെ നമ്മുടെ സമരമുഖങ്ങളിലെ ആവേശ തീജ്വാലയായ മുദ്രാവാക്യം ഇൻക്ലാബ് സിന്ദാബാദ് ഹസ്രത്ത് മൊഹാനിയുടെയാണ്. അദ്ദേഹം ദേശസ്നേഹിയായിരുന്നു. അതുപോലെ നമ്മുടെ ആവേശമായ മാ തേരെ വത്തൻ ബാദ് കി ജയ് അസിമുല്ല ഖാന്റെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ബോംബെയുടെ മേയറുമായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് മെഹർ അലിയുടെയാണ്. എന്തിനേറെ പറയണം, നമുക്കൊക്കെ സ്വായത്തമായ സാരേ ജഹാൻ സെ അച്ഛാ ആരാണ് എഴുതിയത്? ബഹുമാനപ്പെട്ട അല്ലാമ ഇക്ബാൽ, ഇന്ത്യയുടെ വാനമ്പാടി. മുസ്ലിം സമൂഹം സംഭാവന ചെയ്തതാണ് പലതും ഇന്ന് നിങ്ങൾക്ക് മുസ്ലിമുകളുടെ പേരിൽ പ്രയോഗിക്കാനുള്ള ആവേശം വരുത്തുന്ന, ആക്രോശിക്കുന്ന വികാരം കൊണ്ട് അണപൊട്ടി വിടുന്നില്ലേ ഈ തൊപ്പിയും താടിയും കാണുമ്പോൾ? അപ്പോഴൊക്കെ നിങ്ങൾ പ്രയോഗിക്കുന്ന പലതും ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ മുസ്ലിം നേതാക്കന്മാരുടെ സംഭാവനയാണ്. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ വരട്ടണ്ട.